പ്രിയമുള്ളവരെ, രാമലക്ഷ്മണന്മാരും സീതാദേവിയും വനത്തിലേക്ക് യാത്ര പുറപ്പെടുന്നത് വരെയാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസം. അങ്ങനെ അവര് യാത്ര പോകാനൊരുങ്ങി മന്ത്രി സുമന്ത്രര് ഇവരെ കൊണ്ടുപോയി രാജ്യ അതിർത്തി കടത്തി വിടുന്നു. അങ്ങനെ ഇവര് വനത്തിലേക്കുള്ള യാത്ര തുടങ്ങി. കുറെ ദൂരം യാത്ര ചെയ്ത് നേരം സന്ധ്യയായി. അന്നേരം ഇവര് ഒരു വനത്തിലെത്തിയിട്ടില്ല, അതിനു മുൻപ് ഒരു മരച്ചുവട്ടിൽ എത്തുന്നു. നേരം സന്ധ്യ ആയതുകൊണ്ട് പിന്നെ ഇനി യാത്ര അടുത്ത ദിവസമാകാം എന്ന് കരുതി ഇവര് ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നു. രാമനും സീതയും ആ മരച്ചുവട്ടിലെ വേരുകൾ കിടക്കയാക്കി അവിടെ കിടന്നുറങ്ങുന്നു. ലക്ഷ്മണൻ കുറച്ചു ദൂരെ മാറി ഇവർക്ക് കാവലായി നിൽക്കുന്നു. അങ്ങനെ നേരം പുലർന്നു. ഇവര് ഉണർന്ന് പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിച്ച് അവര് വനത്തിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങി. കുറെ ദൂരം നടന്നു ചെന്നപ്പോൾ ഒരു പുഴ കടക്കണം വനത്തിലെത്താനായിട്ട്. പുഴ കടക്കണമെങ്കിൽ തോണി വേണമല്ലേ. അപ്പോൾ തോണിക്കാരൻ എവിടെയാണ് എന്നിങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഒരു നിഷാദൻ എന്ന് പറയുന്നത് ഒരു കാട്ടാളൻ ആണ്. അദ്ദേഹമാണ് അവിടുത്തെ തോണിക്കാരൻ. അദ്ദേഹം പക്ഷേ ഇവര് ചെന്ന ഉടനെ തന്നെ എങ്ങനെയോ അറിഞ്ഞു. ദശരഥ രാജാവിന്റെ, അയോധ്യ രാജ്യത്തെ ദശരഥ രാജാവിന്റെ പുത്രൻ രാമനും പത്നിയും അനുജനുമൊക്കെ വനവാസ യാത്രയ്ക്കായി വരുന്നു എന്നറിഞ്ഞു. ഇത് കേട്ട് നിഷാദൻ ഓടി വരികയായിരുന്നു ഇവരുടെ അടുത്തേക്ക്. ഇവരുടെ അടുത്ത് വന്ന് ഇവരെ നമസ്കരിക്കുന്നു. അപ്പോൾ നിഷാദന് വലിയ സങ്കടം. അയാളുടെ പേര് ഗുഹൻ എന്നാണ് കേട്ടോ. ഈ നിഷാദന്റെ പേര് ഗുഹൻ എന്നാണ്. അപ്പോൾ ഈ ഗുഹൻ നമസ്കരിച്ചിട്ട് പറയുന്നു, അങ്ങ് അയോധ്യ രാജ്യത്തെ ദശരഥ രാജാവിന്റെ പുത്രനല്ലേ, അങ്ങ് വനവാസത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെ എൻ്റെ രാജ്യത്തേക്ക് വരൂ, അതായത് നിഷാദ രാജ്യം. എൻ്റെ കൂടെ എൻ്റെ രാജ്യത്ത് വന്നാൽ ഞാൻ അങ്ങയെ അവിടുത്തെ രാജാവാക്കാം. ഈ ഗുഹൻ ശരിക്കും ഈ നിഷാദ രാജ്യത്തെ രാജാവാണ് കേട്ടോ. എന്നാലും രാമനോടുള്ള സ്നേഹം, ഭക്തി ഒക്കെ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. എൻ്റെ രാജ്യത്ത് എൻ്റെ കൂടെ വന്നാൽ ഞാൻ അങ്ങയെ അവിടുത്തെ രാജാവാക്കാം എന്ന് പറയുന്നു. അപ്പോൾ രാമൻ പറയുന്നു, അത് പറ്റില്ല. കാരണം എൻ്റെ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ വനവാസത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ആജ്ഞയെ അനുസരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ധിക്കരിക്കുന്ന മകൻ ഒരു നല്ല മകനായിരിക്കില്ല, അവനൊരു അധമനായിരിക്കും. സ്വന്തം പിതാവിൻ്റെ ആജ്ഞയെ അനുസരിക്കാത്തവൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ആജ്ഞയെ അനുസരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഈ പുഴ ഒന്ന് കടത്തി തന്നാൽ മതി എന്ന് പറയും. ഉടനെ തന്നെ നിഷാദൻ, ഈ ഗുഹൻ തോണിയിൽ ഇവരെ കയറാൻ സഹായിക്കുന്നു. അതായത് ആദ്യം രാമൻ കയറുന്നു, പിന്നീട് സീതയെ കൈപിടിച്ച് കയറ്റുന്നു, പിന്നാലെ ലക്ഷ്മണനും കയറുന്നു. അങ്ങനെ പുഴ കടന്ന് അക്കരെ ചെല്ലുന്നു. അക്കരെ ആണ് വനം. അക്കരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവര് ഈ നിഷാദനോട് യാത്ര പറയുന്നു. രാമൻ പറയുന്നു, 14 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതുവഴി വീണ്ടും വരും, അന്നേരം നമുക്ക് ഇനി വീണ്ടും കാണാം എന്ന് പറഞ്ഞ് കുറച്ച് സമയം കൊണ്ട് ഒരു സൗഹൃദമൊക്കെ ഉണ്ടായി അവര് തമ്മിൽ. അങ്ങനെ നിഷാദൻ തോണിയുമായി തിരിച്ചു പോരുന്നു. ഇവര് പിന്നെയും നടക്കുകയാണ് വനത്തിലൂടെ. അങ്ങനെ നടന്ന് കുറെ ദൂരം നടന്നു ചെന്നപ്പോൾ ഒരു മഹർഷിയുടെ ആശ്രമം കാണുന്നു. ആശ്രമ പരിസരത്ത് വേറെ ചിലരെയും കാണുന്നു. അപ്പോൾ ആ ആശ്രമം വാൽമീകി മഹർഷിയുടെ ആശ്രമമായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ കണ്ട ആളുകൾ വാൽമീകിയുടെ ശിഷ്യന്മാരുമായിരുന്നു. അപ്പോൾ രാമൻ ഇവരെ സമീപിച്ചിട്ട് പറയുന്നു, ഞങ്ങൾ അയോധ്യ രാജ്യത്തെ ദശരഥ രാജാവിന്റെ പുത്രന്മാരും പത്നിയുമാണ്. ഞങ്ങൾക്ക് വാൽമീകി മഹർഷിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാര് അകത്ത് ചെന്ന് മഹർഷിയോട് വിവരം ധരിപ്പിക്കുന്നു. മഹർഷി എത്രയും പെട്ടെന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് ചെല്ലാനും പറയുന്നു. അങ്ങനെ വാൽമീകി മഹർഷിയുടെ മുമ്പിലെത്തിയ രാമൻ മഹർഷിയെ നമസ്കരിക്കുന്നു. മഹർഷി തിരിച്ചും നമസ്കരിക്കുന്നു. അപ്പൊ മഹർഷിയോട് രാമൻ ആവശ്യപ്പെടുന്നു, ഞങ്ങളിങ്ങനെ 14 വർഷത്തെ വനയാത്രക്കായി വന്നിരിക്കുകയാണ്, വനവാസത്തിനായി വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരണം, നല്ല രീതിയിലുള്ള വഴി കാണിച്ചു തരണം. രാമന് പരിചയമില്ലല്ലോ വനത്തിലൊന്നും. അപ്പോൾ മഹർഷി പറയുന്നു, എല്ലാവർക്കും നേർവഴി കാണിച്ചു കൊടുക്കുന്ന അങ്ങക്ക് ഞാൻ എങ്ങനെ വഴി കാണിച്ചു തരാനാണ്? എനിക്ക് അത്രയ്ക്കുള്ള കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടോ? എന്നാലും അങ്ങിപ്പോൾ ഒരു മനുഷ്യനായി ജീവിക്കുന്നത് കൊണ്ട്
മനുഷ്യന്മാർക്ക് വേണ്ടുന്ന കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് വഴി കാണിച്ചു തരാം. ഇവിടെ അടുത്ത് എൻ്റെ ആശ്രമത്തിൽ നിന്ന് അധികം അകലെയല്ലാതെ പഞ്ചവടി എന്ന ഒരു സ്ഥലമുണ്ട്. അതായത് 5 വൃക്ഷങ്ങളുടെ നടുവിലുള്ള സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പഞ്ചവടി എന്ന പേര് കിട്ടിയതെന്നാണ്. അപ്പൊ ആ സ്ഥലം വളരെ ശാന്തസുന്ദരമായ, വന്യമൃഗങ്ങളുടെ ഒന്നും ആക്രമണം ഇല്ലാത്ത, അല്ലെ രാക്ഷസന്മാരുടെ ഒന്നും ആക്രമണം ഇല്ലാത്ത വളരെ നല്ല ഒരു സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ഒരു പർണശാല കെട്ടി അവിടെ വസിക്കാം, അതിനുള്ള സഹായം ഞാൻ ചെയ്യാം എന്ന് വാൽമീകി മഹർഷി പറയുന്നു. അതനുസരിച്ച് അവിടെ ഒരു പർണശാലയൊക്കെ കെട്ടി രാമലക്ഷ്മണന്മാരും സീതാദേവിയും അവിടെ വാസം തുടങ്ങുന്നു. ഇനി നമുക്ക് ഇതേ സമയം അയോധ്യയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അയോധ്യയിലെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. രാമകഥ നമുക്ക് അതിനുശേഷം തുടരാം. അയോധ്യയിലെ ഈ സമയത്ത് സംഭവിക്കുന്നത്, ഇവര് രാമലക്ഷ്മണന്മാരും സീതാദേവിയും പോയി കഴിഞ്ഞ ഉടനെ ദശരഥ മഹാരാജാവ് കൂടുതൽ അവശനായി കൗസല്യയുടെ അറയിലെത്തി കൗസല്യയോട് ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുകയും, ഞാൻ ഈ ദുഃഖം സഹിക്കേണ്ടതാണ്, കാരണം പുത്ര ദുഃഖത്താൽ മരിക്കുമെന്ന് എനിക്കൊരു ശാപം പണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ കൗസല്യ ഇദ്ദേഹത്തെ രാജാവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും ദശരഥ മഹാരാജാവ് ആ കഥ കൗസല്യയോട് പറയുകയാണ്. അപ്പൊ ഇതിനു മുൻപ്, അതായത് ദശരഥ മഹാരാജാവ് രാമനെ രാജാവാക്കാൻ നിശ്ചയിക്കുന്നതിന് മുൻപേ, കൈകേയി മന്ധരമാരുടെ ഈ ആലോചനകളൊക്കെ നടക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഭരതനും ശത്രുഘ്നനും, കൈകേയിയുടെ പുത്രനാണല്ലോ ഭരതൻ, അപ്പൊ ഭരതനും ശത്രുഘ്നനും ഭരതന്റെ അമ്മാവന്റെ വീട്ടില്, അതായത് കൈകേയിയുടെ ആങ്ങളയുടെ വേറെ രാജ്യമാണ്, ആ രാജ്യത്ത് അവരുടെ കൊട്ടാരത്തിലേക്ക് വിരുന്നു പോയിരുന്നു. അതായത് കൈകേയിയുടെ ആങ്ങള യുധാജിത്ത് എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്ന് ഈ അനന്തിരവനെ, ഭരതനെ വിരുന്നിന് കൊണ്ടുപോകാൻ വന്നതായിരുന്നു അദ്ദേഹം. പക്ഷെ നമുക്കറിയാമല്ലോ, ഭരതൻ എവിടെയുണ്ടോ അവിടെ ശത്രുഘ്നനും കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയാമല്ലോ നമുക്ക്. അങ്ങനെ ഇരുവരും ചേർന്നാണ് യുധാജിത്തിന്റെ കൂടെ കൈകേയിയുടെ രാജ്യത്തേക്ക് വിരുന്നിനായി പോയിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അത് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നു. ഭരതൻ ഈ അച്ഛൻ്റെ ഈ അവശതയോ അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും ഭരതൻ അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദശരഥ മഹാരാജാവ് കൗസല്യയോട് ഈ കഥയെപ്പറ്റി പറയുകയാണ്. അതായത് പുത്ര ദുഃഖത്താൽ മരിക്കുമെന്ന ശാപം പണ്ട് കിട്ടിയിട്ടുണ്ട്, ആ കഥ പറയുകയാണ്. അതായത് ദശരഥ മഹാരാജാവ് വിവാഹിതനാകുന്നതിനും ഒക്കെ മുൻപ് ക്ഷത്രിയ രാജാക്കന്മാരെല്ലാവരും തന്നെ വിനോദത്തിനായിട്ട് വനത്തിൽ നായാട്ടിന് പോകുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം നായാട്ടിനായിട്ട് പോയി. അങ്ങനെ നായാട്ടിന് നടക്കുമ്പോൾ ഒരു വെളുപ്പിനാണ് ഒരു തടാകത്തിൽ നിന്ന് ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ദശരഥൻ കേൾക്കുന്നു. ഇത് കേട്ട ഉടനെ ആനയാണ് എന്ന് കരുതി ഇദ്ദേഹം ഒരു അമ്പെടുത്ത് ശബ്ദം കേട്ട ദിക്കിലേക്ക് അയക്കുന്നു. അയച്ച ഉടനെ തന്നെ ഹാ ഹാ ഹതോസ്മി, ഹാ ഹാ ഹതോസ്മി എന്നൊരു കരച്ചിൽ, ഒരു വിലാപം, ഒരു മനുഷ്യ ശബ്ദമാണത്. ഹാ ഹാ ഹതോസ്മി എന്നാണ് പറയുന്നത്. അതായത് ഞാൻ മരിച്ചേ എന്നുള്ളൊരു വിലാപമാണ്. അത് ദശരഥൻ കേട്ടു. അപ്പോൾ മനസ്സിലായി, അയ്യോ ഇതൊരു മനുഷ്യന്റെ ശബ്ദമാണല്ലോ, അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, ആനയാണെന്ന് കരുതി ഞാൻ അമ്പയച്ചത് ചെന്ന് കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു മനുഷ്യന്റെ ശരീരത്തിലാണല്ലോ എന്ന് മനസ്സിലാക്കിയ ദശരഥൻ ശബ്ദം കേട്ട ദിക്കിൽ ഓടിച്ചെന്നപ്പോൾ ഈ തടാകക്കരയില് ഒരു മുനികുമാരൻ മാറിൽ അമ്പേറ്റ് വേദന കൊണ്ട് പുളയുകയാണ്. ഓടിച്ചെന്ന് ഇദ്ദേഹം ആ മുനികുമാരനെ എടുത്ത് തൻ്റെ മടിയിൽ കിടത്തി, എനിക്ക് അബദ്ധം പറ്റി, ആനയാണ്, ഇവിടെ വെള്ളം കുടിക്കാൻ വന്ന ആനയാണെന്ന് കരുതിയാണ് ഞാൻ അമ്പയച്ചത്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നു ഈ കുട്ടിയോട്. അപ്പൊ ഈ കുട്ടി പറയുന്നു, ഞാൻ ഒരു മുനികുമാരനാണ്, എൻ്റെ പേര് ശ്രവണൻ എന്നാണ്, എൻ്റെ മാതാപിതാക്കള് അന്ധരാണ്, വൃദ്ധരുമാണ്, അവർക്ക് ദാഹജലം എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, എത്രയും പെട്ടെന്ന് അങ്ങ് എൻ്റെ മാറിൽ തറച്ചിരിക്കുന്ന ഈ അമ്പ് വലിച്ചൂരി എടുക്കൂ, അതിനുശേഷം എൻ്റെ മാതാപിതാക്കൾക്ക് ഈ ദാഹജലം കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കൾ ഉള്ള
ആശ്രമം. അവര് മഹർഷി ദമ്പതികളാണ്, അവര് അന്ധരുമാണല്ലോ. അപ്പൊ അവർക്ക് അവരുള്ള സ്ഥലം, അവരുടെ ആശ്രമമുള്ള സ്ഥലം വഴി പറഞ്ഞു കൊടുക്കുന്നു ഈ മുനികുമാരൻ. അപ്പോഴും രാജാവ് ഇങ്ങനെ ഭയങ്കര വിഷമത്തില് കരയുകയാണ്. അപ്പോൾ ഈ മുനികുമാരൻ പറയുന്നു, അങ്ങ് വിഷമിക്കേണ്ടതില്ല, കാരണം എന്നെ വധിച്ചു എന്ന കാരണം കൊണ്ട് അങ്ങയ്ക്ക് ബ്രഹ്മഹത്യാ ശാപം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം മുനികുമാരൻ എന്ന് പറയുമ്പോൾ അത് ബ്രാഹ്മണനായിരിക്കണമല്ലോ. പക്ഷെ ഈ കുട്ടി ബ്രാഹ്മണനല്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. അതായത് ഈ മഹർഷി ദമ്പതികളുടെ സ്വന്തം പുത്രനല്ല, വളർത്ത് പുത്രനാണ് ഈ മുനികുമാരൻ. അപ്പൊ ജാതിയില് വൈശ്യൻ എന്നാണ് പറയുന്നത് ഈ കുട്ടി. അപ്പൊ ബ്രാഹ്മണരേലും താഴ്ന്ന ജാതി. അതുകൊണ്ട് ബ്രാഹ്മണരെ കൊന്ന പാപം ഉണ്ടാവില്ല. ബ്രാഹ്മണരെന്ന് പറഞ്ഞാല് ഭൂമിയിലെ ദേവന്മാരെന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ബ്രാഹ്മണരെ വധിക്കുന്നത് ബ്രഹ്മഹത്യാ ശാപല ബ്രഹ്മഹത്യാ പാപം ആണെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പാപം അങ്ങയ്ക്ക് ഉണ്ടാവുകയില്ല, എത്രയും പെട്ടെന്ന് എന്റെ മാതാപിതാക്കൾക്ക് ഈ ദാഹജലം എത്തിച്ചു കൊടുക്കൂ എന്ന് പറയുകയും ആ കുട്ടി മരിക്കുകയുമാണ്. വേഗം തന്നെ രാജാവ് ഈ കുട്ടിയുടെ മൃതദേഹവും കുടത്തിലെ ദാഹജലവും എടുത്ത് കുട്ടി പറഞ്ഞു കൊടുത്ത വഴിയെ പോയി ഈ മഹർഷി ദമ്പതികൾ താമസിക്കുന്ന ആശ്രമത്തിന്റെ സമീപത്തെത്തി. കാൽപ്പെരുമാറ്റം കേട്ട മഹർഷി ദമ്പതിമാര് ചോദിക്കുന്നു, മകനെ, നീ എവിടെയായിരുന്നു ഇതുവരെ? ഞങ്ങള് ദാഹിച്ചു വലഞ്ഞു മരിക്കാറായല്ലോ, നീ എത്ര നേരമായി പോയിട്ട്, എന്തേ ഇത്ര താമസിച്ചത് എന്ന് ചോദിച്ച് ഈ മഹർഷി ദമ്പതികള് കരയുന്നു. അവർക്ക് കാണാൻ വയ്യല്ലോ ആരാണ് ചെന്നിട്ടുള്ളതെന്ന്. ഇത് കേട്ട രാജാവ് പറയുന്നു, ഇത് നിങ്ങളുടെ പുത്രനല്ല, ഞാൻ അയോധ്യ രാജ്യത്തെ രാജാവാണ് ദശരഥൻ. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പൊ ഉണ്ടായ കാര്യങ്ങൾ മഹർഷി ദമ്പതികളോട് രാജാവ് വ്യക്തമാക്കുന്നു. ഇത് കേട്ട ഉടനെ അവര് വല്ലാതെ നിലവിളിച്ചു. അവർക്ക് പിന്നെ ആരുമില്ലല്ലോ, അന്ധരുമല്ലേ. അപ്പോ അവര് പറയുന്നു, എന്നാൽ ഞങ്ങളുടെ പുത്രന്റെ ശരീരം സംസ്കരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുവങ്ങ് എന്ന് പറയുന്നു. രാജാവ് വേഗം തന്നെ ഈ മൃതശരീരം ദഹിപ്പിക്കുന്നതിന് ചിതയൊക്കെ ഒരുക്കി കുട്ടിയുടെ ശരീരം ചിതയിൽ വയ്ക്കുന്ന സമയത്ത് ഈ മഹർഷി ദമ്പതികൾ പറയുന്നു, ഞങ്ങൾക്കിനി ആരുമില്ല, ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യവുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പുത്രന്റെ ചിതയിൽ ചാടി ഞങ്ങളും ജീവൻ ഒടുക്കുകയാണ്. അപ്പൊ അവര് ചാടാൻ ഒരുങ്ങി നിന്നിട്ടാണ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നു മഹർഷി, ഞങ്ങളിപ്പോ ഈ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നത് പുത്രദുഃഖത്താലാണ്, പുത്രദുഃഖം സഹിക്കാൻ പാടില്ലാതെയാണ്. അപ്പൊ ഇതുപോലെ ഒരു കാലത്ത് താങ്കളും പുത്രദുഃഖത്താൽ തന്നെ മരിക്കും എന്നാണ് ഈ മഹർഷി പറയുന്നത്. ഇതാണ് ദശരഥ മഹാരാജാവിന് കിട്ടിയ ശാപം. അപ്പൊ ഈ കഥ പറഞ്ഞിട്ട് രാജാവ് തന്നെ പറയുന്നു, അപ്പൊ അതിനുള്ള സമയമായിരിക്കുന്നു, ഞാൻ പുത്രദുഃഖത്താൽ നീറി മരിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു, അത് സംഭവിക്കുകയാണ് എന്ന് പറയുന്ന അധികം വൈകാതെ രാജാവ് മരിക്കുകയും ചെയ്യുന്നു. മരിച്ച ഉടനെ പിന്നെ രാജ്യം മൊത്തം അതറിഞ്ഞു. ജനങ്ങളെല്ലാം ഓടിക്കൂടി. വസിഷ്ഠ മഹർഷി, കുലഗുരു വസിഷ്ഠ മഹർഷി വന്നിട്ട് പറയുന്നു, എന്തായാലും മരണം സംഭവിച്ചു, ഇനിയിപ്പോ ഇത് സംസ്കാര കാര്യങ്ങളും ഒക്കെ നടത്തണമെങ്കിൽ രാമനും ലക്ഷ്മണനും വനത്തിലല്ലേ, പിന്നെയുള്ള 2 ആൺമക്കള് ഭരതനും ശത്രുഘ്നനും അവര് സ്ഥലത്തില്ലല്ലോ, അവര് അമ്മ വീട്ടില് വിരുന്ന് പോയിരിക്കുകയല്ലേ. അപ്പൊ എത്രയും പെട്ടെന്ന് അവിടേക്ക് ഒരു ദൂത് പറഞ്ഞു വിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അത് വേറെ രാജ്യമാണ്, അവിടെ പോയി തിരിച്ചു വരണമെങ്കിലൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ഈ മൃതദേഹം കേടുവരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മഹർഷി പറയുന്നു, മൃതദേഹം എത്രയും പെട്ടെന്ന് എണ്ണത്തോണിയിൽ ഇടൂ എന്ന്. എണ്ണത്തോണിയിൽ മൃതദേഹം കിടത്തിയാൽ അത് കേടുവരില്ല. അതായത് ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെ വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കില്ലേ, അത് തന്നെ അന്നത്തെ കാലത്ത് ചെയ്യുന്നത് ഇതാണ്, എണ്ണത്തോണിയിൽ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മഹർഷി പറഞ്ഞതനുസരിച്ച് മൃതദേഹം പെട്ടെന്ന് തന്നെ എണ്ണത്തോണിയിൽ വെക്കുന്നു. പിന്നെ ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൂതര് പോകുന്നു. അവിടെ ചെന്ന് യുധാജിത്തിന്റെ, അതായത് കൈകേയിയുടെ ആങ്ങളയുടെ കൊട്ടാരത്തിലെത്തി. കുട്ടികളോട്, ഈ കുമാരന്മാരോട് ഈ വിവരം പറയുന്നില്ല, യുധാജിത്തിനോടാണ് ഇവിടുന്ന് പോയ ദൂതന്മാര് വിവരങ്ങൾ പറയുന്നത്. അപ്പോൾ യുധാജിത്ത് എത്രയും പെട്ടെന്ന് ഈ കുമാരന്മാരെയും കൂട്ടി അയോധ്യയിലേക്ക് തിരിക്കുന്നു. അയോധ്യ രാജ്യത്തിന്റെ കവാടത്തിൽ ഇവരെ എത്തി.
എത്തിയപ്പോൾ തന്നെ ഭരതന് തോന്നി എന്താണോ ആകെ ഒരു മൂകത, ഒരു ശോകമൂകമായ അന്തരീക്ഷം. ആരെയും തന്നെ കാണാനില്ല, നഗരത്തിൽ ആരെയും തന്നെ കാണാനില്ല, ഒരു ശബ്ദം അനക്കം ഒന്നുമില്ല. അപ്പൊ ചോദിക്കാമെന്ന് വെച്ചാൽ ഒരാളെയും കാണുന്നില്ല. അങ്ങനെ ഇവരെ നടന്ന് കൊട്ടാരത്തിനകത്ത് കയറി, എന്നിട്ടും ആരെയും കാണുന്നില്ല. അപ്പോ ഭരതൻ നേരെ പോയത് സ്വന്തം അമ്മയുടെ മുറിയിലേക്കാണ്. അവിടെയാണല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് ആരെയും കാണാതെ ഈ ശോകമൂകമായ അന്തരീക്ഷം കണ്ടപ്പോൾ ഭരതന് സംശയമുണ്ട്, എന്തു പറ്റി ഇവിടെ, ജ്യേഷ്ഠന് വല്ലതും സംഭവിച്ചോ? ആദ്യം ജ്യേഷ്ഠനെ പറ്റിയാണ് ചിന്തിച്ചത്. ജ്യേഷ്ഠന് വല്ലതും അപകടം സംഭവിച്ചോ? അതല്ലെങ്കിൽ പിന്നെ അച്ഛൻ വൃദ്ധനല്ലേ, വാർദ്ധക്യത്തിലുള്ള ആളല്ലേ, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. ഏതായാലും അമ്മയുടെ അടുത്ത് എല്ലാം അച്ഛൻ എപ്പോഴും കൂടുതൽ സമയം അമ്മയുടെ കൂടെയാണല്ലോ ഉണ്ടാവുക, കൈകേയിയുടെ കൂടെ. അപ്പൊ അങ്ങനെ കൈകേയിയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മേ എന്തു പറ്റി ഇവിടെ, ആരും ഒന്നും മിണ്ടുന്നില്ല, എന്താണ് പറ്റിയത്, അച്ഛൻ എവിടെ, ജ്യേഷ്ഠൻ എവിടെ, ജ്യേഷ്ഠത്തി എവിടെ, ലക്ഷ്മണൻ എവിടെ എന്നൊക്കെ ഇങ്ങനെ ഭരതൻ ചോദിക്കുമ്പോ കൈകേയി എന്താണെന്നോ, കൈകേയി ഈ ചോദ്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ ചോദിക്കുകയാണ്, നീ അമ്മാവിന്റെ വീട്ടിൽ വിരുന്നിന് പോയിട്ട് വരികയല്ലേ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്, അമ്മാവനും അവിടെ മറ്റുള്ളവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ, തുടങ്ങിയ വിശേഷങ്ങളാണ് കൈകേയി ഭരതനോട് ചോദിക്കുന്നത്. എന്നാൽ ഭരതൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അമ്മ ഒന്ന് പറയൂ വേഗം, എവിടെ, എന്തു പറ്റി, അച്ഛൻ എവിടെ, ജ്യേഷ്ഠൻ എവിടെ, പിന്നെയും ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. അന്നേരം കൈകേയി ഭരതനോട് പറയുന്നു, നിന്റെ അച്ഛൻ വീരമൃത്യു പ്രാപിച്ചു. അതായത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് യാഗങ്ങളും ഒക്കെ നടത്തി നിനക്ക് ഒരു സന്തോഷം ഉള്ള കാര്യവും ചെയ്തു വെച്ചിട്ട് അച്ഛൻ വീരമൃത്യു വരിച്ചു എന്നാണ് പറയുന്നത്. ഇത് കേട്ട ഉടനെ ഇവന് ആകെ സങ്കടമായി, അച്ഛൻ മരിച്ചു എന്നോ, പിന്നെ എനിക്ക് സന്തോഷമുള്ള എന്ത് കാര്യമാണ് ഇവിടെ നടന്നത് എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ കൈകേയി പിന്നീട് വിശദമാക്കുകയാണ്, നിന്റെ അച്ഛൻ ആദ്യം നിന്റെ ജ്യേഷ്ഠൻ രാമനെ രാജാവാക്കാൻ നിശ്ചയിച്ചു, എന്നാൽ ഞാൻ അതിന് സമ്മതിച്ചില്ല, എൻ്റെ പുത്രനായ നിന്നെ തന്നെ രാജാവാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് നിന്റെ അച്ഛന് വലിയ സങ്കടമുണ്ടാക്കി, അച്ഛൻ അതൊട്ടും ഇഷ്ടമായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം രാമ സീതയെന്നൊക്കെ വിളിച്ച്, ലക്ഷ്മണ എന്നൊക്കെ വിളിച്ച് കരഞ്ഞാണ് മരിച്ചതെന്ന് പറയുന്നു. അപ്പൊ ഭരതൻ ചോദിക്കും, അപ്പൊ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും ലക്ഷ്മണനും ഒക്കെ എവിടെയായിരുന്നു അച്ഛൻ മരിക്കുന്ന സമയത്ത്, എന്തിനാണ് അവരെ വിളിച്ച് കരഞ്ഞതെന്ന് ചോദിക്കും. അപ്പോഴും കൈകേയി പറയും, അത് ഞാൻ രണ്ടാമതൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു, ഭരതനെ രാജാവാക്കുക മാത്രമല്ല രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് രാമൻ സന്തോഷത്തോടുകൂടി, രാമൻ പോകാൻ ഒരുങ്ങിയപ്പോൾ സീതയും ലക്ഷ്മണനും കൂടെ കൂടി, അങ്ങനെ അവര് മൂവരും ചേർന്ന് സന്തോഷത്തോടു കൂടി തന്നെ വനത്തിലേക്ക് പോവുകയാണ് ഉണ്ടായതെന്നും പറയുന്നു. ഇത് കേട്ട ഭരതൻ ദേഷ്യവും സങ്കടവും കൊണ്ട് നിലത്ത് വീണ് കരഞ്ഞ് അമ്മയെ ഒരുപാട് പഴിക്കുന്നു. ദുഷ്ടേ മഹാഭാവി, നിന്റെ വയറ്റിൽ പിറന്നതാണല്ലോ എനിക്ക് ഏറ്റവും കഷ്ടമായത്, തുടങ്ങിയ ഒത്തിരി പഴി വാക്കുകളൊക്കെ അമ്മയെ പറഞ്ഞ് ഇവൻ കരയുകയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷി വന്നിട്ട് പറയുന്നു, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, അപ്പൊ നമുക്ക് ഇനി അടുത്തതായി ചെയ്യേണ്ടത് അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കുക എന്നുള്ളതാണ്. അത് രാജോചിതമായി തന്നെ അല്ലെങ്കിൽ വീരോചിതമായി തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും ഉചിതമായ രീതിയിൽ, പ്രൗഢമായ രീതിയിൽ തന്നെ ദശരഥ മഹാരാജാവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നു. മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ 16 രാത്രി പുലയാചരണം അല്ലെ, അപ്പൊ അതും നടത്തി, പിന്നെ അതിനുശേഷം പുലമോചനം നടത്തി, എല്ലാ പിതൃകർമ്മങ്ങളും എല്ലാം വേണ്ട വിധത്തിൽ തന്നെ വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ ഭരതനും ശത്രുഘ്നനും ചേർന്ന് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ 16 ദിവസം പുലയാചരണമാണ്. അത് കഴിഞ്ഞ് പുലമോചനം ഒക്കെ കഴിഞ്ഞ് അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഭരത, ഏതായാലും അച്ഛന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, അന്നേരം ഇനി നമ്മുടെ രാജ്യം അനാഥമായി പോകാൻ പാടില്ല, രാജ്യത്തിന് രാജാവ് വേണം, രാജാവില്ലാത്ത അവസ്ഥ ശരിയല്ല രാജ്യത്തിന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ, അതായത് ഭരതൻ രാജാവായി സ്ഥാനമേൽക്കണം, രാജ്യത്തിന്റെ രക്ഷ നീ ഏറ്റെടുക്കണം എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നു. പക്ഷേ ഭരതൻ സമ്മതിക്കുന്നില്ല. ഭരതൻ പറഞ്ഞു, ഒരിക്കലുമില്ല, എൻ്റെ ജ്യേഷ്ഠൻ രാമൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ ഒരിക്കലും രാജാവാകുകയില്ല, ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരും, അദ്ദേഹത്തെ ഞാൻ വനത്തിൽ പോയി കൂട്ടിക്കൊണ്ടുവരും, വന്ന് അദ്ദേഹത്തെ തന്നെ ഞാൻ രാജാവായി വാഴിക്കും എന്ന് പറയുന്നു.
അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വനത്തിലേക്ക് പോവാം, വനത്തിൽ ചെന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്ന് ജ്യേഷ്ഠനെ തന്നെ രാജാവാക്കാം. പക്ഷേ ഒരു കാര്യം ഭരതൻ പറയുന്നു, എല്ലാവരും ചേർന്ന് പോകാമെന്ന് പറയുമ്പോഴും കൈകേയി മാതാവ് മാത്രം ഈ യാത്രയിൽ കൂടെ വരരുത് എന്ന് ഭരതൻ പറയുന്നുണ്ട്. എന്നാലും കൈകേയും ഈ യാത്രയിൽ പോകുന്നതായിട്ട് ആണ് രാമായണത്തിൽ പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് വസിഷ്ഠ മഹർഷിയും പിന്നെ ഭരതനും ശത്രുഘ്നനും ഈ അമ്മമാരും അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ ചേർന്ന് വനത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. പിന്നെ ഇവരവിടെ വനത്തിൽ ചെന്ന് അവരെ കണ്ടുമുട്ടിയിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇനി അടുത്ത ദിവസം കേൾക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.